ആ ചേച്ചി എവിടെ എത്തി? വേഗം വരില്ലേ? ഇവിടെയല്ലേ സെറ്റാണ്. ഓക്കെ. ഹായ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ലോഗ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും മോർ ദാൻ 2 മില്യൺ ആളുകളാണ് ഇന്നലത്തെ ലൈവ് കണ്ടത്. അതിനുശേഷം ഇന്നലെ രാത്രി ഈ വിവേകാനന്ദന്റെ അഭ്യാസങ്ങളും റിയാക്ഷൻസും ഒക്കെ ആയിട്ട് ഞാൻ 2 വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതും ഒത്തിരി പേര് കാണുകയും ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ വിവേകേട്ടൻ കുറച്ച് മുട കാണിച്ചു, പക്ഷെ ഇപ്പൊ ഡീസന്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവള് പെടുത്തിയതാണോ അതോ ഞങ്ങൾ പെട്ടതാണോ എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇത് ആവർത്തിക്കില്ലെന്ന് ഇന്നലെ ഞങ്ങളുടെ കാല് പിടിച്ച് കെഞ്ചിയില്ലേ, അത് ലൈവിൽ പറ. എന്ത് വേണമെന്നേ ജനങ്ങൾ പറയട്ടെ. വിവേകാനന്ദ, ഇരയാവാനും അതിജീവിതയാവാനൊന്നും ഇവര് തയ്യാറല്ല. അതുകൊണ്ടാ മുഖം മറക്കാതെ ഇങ്ങനെ പബ്ലിക്കിന് മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോ ഇതൊരു സിത്താരയുടെയും ഡയനയുടെയും മാത്രം പ്രശ്നമല്ലല്ലോ. പ്രമുഖ എഴുത്തുകാരിയും അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റുമായ അഡ്വക്കേറ്റ് അനിത ദാസ് നമ്മളോടൊപ്പം ചേരുകയാണ്. ബാക്കി അവര് പറയും. മാഡം ഇവിടെ നിന്നാ മതി. ഇത് ഐഷു പറഞ്ഞ പോലെ ഒരു സിത്താരയുടെയും ഒരു ഡയനയുടെയും പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇതൊരു വിവേകാനന്ദന് മാത്രം കുഴപ്പമല്ല. ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട്, പോലീസും കോടതികളുമുണ്ട്. എന്നിട്ടും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഇതിനെതിരെ ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടിക്കാരും എടുക്കുന്ന നിലപാട് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നൊരൊറ്റ വാക്കിൽ അവർ ഒതുക്കിക്കളയും. വിവേകാനന്ദനെ ബന്ദിയാക്കി ഈ യുവതികൾ തുടങ്ങി വെച്ച് എന്റെ ശരീരം എന്റെ അവകാശം എന്ന ചെറുത്തുനിൽപ്പിന്റെ ഈ സമരം ഞങ്ങൾ മുഴുവൻ സ്ത്രീകളും ഏറ്റെടുക്കുകയാണ്. എന്റെ ശരീരം എന്റെ അവകാശം, എന്റെ ശരീരം എന്റെ അവകാശം. സിമ്പതി വേണ്ട, സുരക്ഷ വേണ്ട, സിമ്പതി വേണ്ട, സുരക്ഷ വേണ്ട. ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ അവകാശം, ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ അവകാശം. ഉടമയല്ല, 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 ഞങ്ങളുടെ ഉടമയല്ല. ഇത് കയ്യിന്ന് പോയല്ലോ, ഇനിയിപ്പോ എന്നാ ചെയ്യാനാ? ഒന്ന് മൊത്തത്തിൽ പൊലിപ്പിക്കാന്ന് വെച്ചു. അതാ ഞാൻ അനിതേച്ചിനും കൂടെ വിളിച്ചു വരുത്തിയേ. സംഗതി കിടുവായില്ലേ? കിടു. ഐഷു, ഇത് ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതമാ. അവര് കുറെ പ്രസംഗിച്ചും മുദ്രാവാക്യം വിളിച്ചിട്ട് ഇറങ്ങിപ്പോ. അതുകൊണ്ടൊക്കെ പ്രശ്നം തീരൂ. ഒരു 30 സെക്കൻഡ് മതി. 2 കാര്യങ്ങളാണ്. പുരുഷന്മാർക്ക് ഇവിടെ അവകാശങ്ങളില്ലേ സാറേ? ഇന്നലെ രാത്രി മുഴുവൻ ഒരു പാവത്തിനെ കെട്ടിയിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമം കയ്യിലെടുക്കാൻ ആ സ്ത്രീകൾക്ക് ആരാണ് അവകാശം കൊടുത്തിരിക്കുന്നത്? സാറിന് എന്നറിയില്ലേ? സാർ ചാനൽ ചർച്ചയൊന്നും കാണാറില്ലേ? ഓ, മനസ്സിലായി. എന്ത് വേണ്ടത് സാറേ? 3 കാര്യങ്ങളാണ്. താൻ ഒരു കാര്യം പറ ആദ്യം. അതാ പോയി. സാറേ 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 അദ്ദേഹത്തെ ചെന്ന് അടിച്ചുവിട് സാർ. എന്താ വേണ്ടത് എനിക്കറിയാം. പോയേ സാറേ, ഞങ്ങള് മെൻസിന്റെ ആൾക്കാരാണ്. എന്തിന്റെയാന്ന്? ഓൾ കേരള മെൻസ് അസോസിയേഷൻ. ഓ, ഇതുണ്ട് അതിന്റെ ഇടയില്. പോലെ സാറേ 2 കാര്യങ്ങളാണ്. പോയി വണ്ടി എടുക്കണോ? ഇവിടെ ആരുടെ എന്ത് അവകാശമാണ് ഇവരെ സംരക്ഷിക്കണമെന്ന് പറയുന്നത്? പീഡിപ്പിക്കാനുള്ള അവകാശമോ? ബസ്സിൽ പീഡനം നടത്തിയ ആള് ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് അയാളെ മാലയിട്ട് സ്വീകരിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിൽപ്പെട്ട ചിലരാണ് ഇവിടെ നിന്നുകൊണ്ട് അവകാശ സംരക്ഷണം എന്ന് ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ലജ്ജിക്കുക കേരളമേ, ലജ്ജിക്കുക. 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 സിമ്പതി വേണ്ട, സുരക്ഷ വേണ്ട, സിമ്പതി വേണ്ട. എന്നെ പരിപാടി കാണിക്കുന്നേ. അവിടെ നമ്മുടെ നിലപാടിനെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. നിലപാട് വേണോടോ, നിലപാട്. അയ്യോ, ഞാൻ അങ്ങോട്ട് പോകേണ്ട ആളായിരുന്നു. എന്റെ കർത്താവ് എന്ന് മാറി. പുരുഷാവകാശം സംരക്ഷിക്കുക. സാർ, ഇവിടെ സംഘർഷാവസ്ഥയിലെ കാര്യങ്ങള് ഇനിയും കത്തുനിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ശരി സാർ. സാർ, ആക്ഷൻ സമയമായോ സാറേ? ഒന്നുകൂടി മൂക്കട്ടെ എന്ന മോളി നോടരുത്. പോലീസുകാരുടെ ഗതികേട് ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലായത്. നമുക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ സാർ. സാറെന്താ സെന്റിമെന്റലായ? അല്ലാതെ എന്നാ ചെയ്യാനാ സാർ? എത്ര നേരമായി കാവലിക്കാൻ തുടങ്ങിയിട്ട്? തമിഴ്നാട് പോലീസിനല്ല, കേരള പോലീസിനാ കാവലിന് പേരുന്നുണ്ട്. ജയൻ സാർ പറഞ്ഞതാ ശരി. എന്റെ കൈത്തരിപ്പ് തുടങ്ങിയിട്ട് നേരം കുറയായി. ഒന്നാ ടങ്ങ് മേഴ്സി. ഞാനിന്നേ ഗുളിക കഴിച്ചിട്ടുണ്ടോന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. അയ്യോ,